ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ വെണ്ടക്ക പച്ചടിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സദ്യ വിഭവമാണിത്. ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വെണ്ടയ്ക്ക പച്ചടി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 10 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി എടുത്തിട്ട് തുടച്ചെടുത്തിട്ടുള്ള വെണ്ടയ്ക്കയാണ്. ഇതിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ഇതേ രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഉപ്പേരിക്കൊക്കെ വെണ്ടയ്ക്ക കട്ട് ചെയ്യില്ല, അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് വന്നതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടത് നല്ലൊരു കളറായിട്ട് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വെണ്ടയ്ക്ക 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണത്. ഉണക്കല്ലേ വരുന്നത്, അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലാത്ത സമയത്തും സദ്യ അല്ലാത്ത സമയത്തും നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതേ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇതേപോലെ വെണ്ടയ്ക്ക നല്ല കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലൊരു സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സൗണ്ടിലാണ് കേട്ടോ ഈ ഒരു വെണ്ടയ്ക്ക ഉണ്ടാവുക. അപ്പോൾ അതേ ഫസ്റ്റത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വെണ്ടയ്ക്കും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ വെണ്ടയ്ക്കെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജീരകം ചതച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ചതച്ചിട്ടുള്ള ജീരകം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. മുഴുവനായിട്ടുള്ള ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത്. കൂടെ തന്നെ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെയായി കുറച്ച് കൂടുതലായിട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മുഴുവനായിട്ടും ഇതിലേക്ക് കടുക് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ കടുകിൻ്റെ ആ ഒരു പച്ച സ്മെല്ലാണ് ഉണ്ടാവുക. ഇതിലോട്ട് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു തൈരിൽ നിന്ന് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കുന്ന ടൈമിൽ അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് വീണ്ടും കുറച്ചും കൂടെ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ കട്ടത്തൈരാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ അതല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നല്ലോണമൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ തൈര് എടുക്കാനായിട്ട്. മിക്സി ജാറിലൊന്നും ഇട്ടിട്ടൊന്ന് തൈരൊന്നും ഉടച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ വെള്ളം പോലെ ഉണ്ടാവുക. ഇതിപ്പോൾ ഇതേ നല്ലവണ്ണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ ഒരു തൈരുണ്ടല്ലോ അതിലോട്ട് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിലും ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത്. അരപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നല്ല കട്ടയായിട്ടാണെന്നുള്ളെങ്കിൽ ഒരല്പം കൂടെ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലോട്ട് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതേ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഉപ്പ് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് വറവ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് കേട്ടത്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു എണ്ണയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നല്ലോണം പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മഞ്ഞൾപ്പൊടി നിർബന്ധമല്ല കേട്ടോ. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പച്ചടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്ക പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.